പേജ് 67 തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. നമുക്കിപ്പോൾ പരിചയമായി കഴിഞ്ഞു. സമചതുരം വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന റൂള് AP × PB = PC സ്ക്വയർ ആണ്. അതായത് PC സ്ക്വയർ 15 കിട്ടിയാൽ PC വശമായ സമചതുരത്തിൻ്റെ പരപ്പളവ് 15 ആണെന്നാണ്. അപ്പോൾ PC സ്ക്വയർ 15 കിട്ടണമെങ്കിൽ PA × PB 15 ആകണം. അപ്പോൾ 15നെ മറ്റ് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഗുണനഫലമായിട്ട് എഴുതാൻ കഴിയണം. 15നെ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുകയുള്ളൂ. ഒന്ന് 15 5 × 3 അല്ലേ, 5 × 3, അല്ലെങ്കിലോ 15 × 1. ഈ രണ്ട് രീതിയേ പറ്റുള്ളൂ. ഒന്നിന് 5 × 3 അല്ലെങ്കിൽ 15 × 1. വരയ്ക്കാൻ കുറച്ചുകൂടെ നമുക്ക് എളുപ്പം 5ഉം 3ഉം എടുക്കുകയാണ്. ഇപ്പോൾ PAയുടെ നീളം 5 എടുക്കുക, PBയുടെ നീളം 3 എടുക്കുക. അപ്പോൾ AB എന്ന ലൈനിൻ്റെ ലെങ്ത് 5 + 3 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. PA 5ഉം PB 3ഉം എടുക്കുമ്പോൾ ABയുടെ ലെങ്ത് 5 + 3 8 സെൻറ്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുക. AB ഡയമീറ്റർ ആകുന്ന വിധത്തിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. എയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിൽ P അടയാളപ്പെടുത്തുക. APക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ സെമി സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് C. ഈ ദൂരം ഇപ്പോൾ എത്രയായിരിക്കും? √15 അല്ലേ, √15 ആയിരിക്കും. ഇത് വശമായിട്ട് നമ്മളിവിടെ സമചതുരം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് 15 ആയിരിക്കും, അല്ലെങ്കിൽ 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം ആകുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരച്ചു. ലൈനിൽ നമുക്ക് വേണ്ടത് 5 + 3 8 ആണ്. 8 സെൻറ്റിമീറ്റർ നമുക്ക് കോമ്പസിൽ എടുക്കാം, അതായത് കുറച്ചും കൂടെ സൗകര്യം. ഇതിലൊരു പോയിന്റിൽ കുത്തുന്നു. ഇവിടെ വെച്ചൊരു ആർക്ക് കട്ട് ചെയ്യുന്നു. ഇനി തിരിച്ച് ഈ പോയിന്റ് കൊണ്ടുവെക്കുക. ഇവിടെയും ആർക്ക് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ പോയിന്റിന് A എന്നും ഈ പോയിന്റ് B എന്നും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ABയുടെ നീളം ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ABയുടെ മിഡ് പോയിന്റ് കാണുന്നു. മിഡ് പോയിന്റ് നമുക്ക് കാണാൻ ഒന്നിലെ സ്കെയിൽ വെച്ച് ഉപയോഗിച്ച് തന്നെ കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇതിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ നീളമെടുക്കുന്നു. രണ്ട് സൈഡിലും ആർക്കുകൾ വരിക. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. അതേ ഇപ്പുറ സൈഡിലും കൊണ്ടുവരിക. ഇവിടെയും കട്ട് ചെയ്യുക. ഇനി B കൊണ്ടുവെക്കുക. ഈ പോയിന്റ് Bയിൽ കൊണ്ട് കുത്തുന്നു. ഇവിടം വരെ കൊണ്ടുവരുന്നു. ആർക്ക് കട്ട് ചെയ്യിക്കുന്നു. ഇനി ഇവിടെ കൊണ്ടുവരുന്നു. ആർക്ക് കട്ട് ചെയ്യുന്നു. ഈ ആർക്ക് കട്ട് ചെയ്യുന്ന പോയിന്റുകൾ നമുക്ക് ജോയിൻ ചെയ്യുന്നു. ഇതിനെ നമുക്ക് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. നമ്മൾ കോമ്പസിൻ്റെ സഹായത്തോടു കൂടി ഒരു അർദ്ധവൃത്തം വരയ്ക്കുകയാണ്. ഇതാണ് ആരം. ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ അർദ്ധവൃത്തം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇവിടം വരെ 5 സെൻറ്റിമീറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഇവിടെയാണ് 5 സെൻറ്റിമീറ്റർ കേട്ടോ. ഇവിടെയാണ് 5 സെൻറ്റിമീറ്റർ. ഇതിന് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. പ്രൊട്രാക്ടർ സഹായത്തോടു കൂടി 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഈ പോയിൻ്റാണ് 90 ഡിഗ്രി. ഇത് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. ഈ ദൂരം ഇതിന് നമ്മൾ P എന്ന് കൊടുത്തുന്നു. ഇത് C ആണ്. APയുടെ നീളം 5, PBയുടെ നീളം 3 ആണെങ്കിൽ PC യുടെ നീളം PC സ്ക്വയർ അല്ലേ, PC √15
15 ആയി കഴിഞ്ഞു അല്ലേ? റൂട്ട് 15 ആണ്. അപ്പോൾ ഈ റൂട്ട് 15 നമ്മൾ കോമ്പസിൽ കുത്തിയെടുക്കുന്നു. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ സൈഡിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഈ പോയിന്റ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. സിയിൽ കുത്തുന്നു. ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. ഇനി ആർക്ക് കട്ട് ചെയ്ത പോയിന്റുകളെല്ലാം തമ്മിൽ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്താൽ നമ്മുടെ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ കിട്ടും. നമുക്ക് ഈ പി ബി സി ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ PBDC എന്ന സമചതുരത്തിന്റെ പരപ്പളവ് 15 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. PBDC is a square of area 15 square centimeter. PC യുടെ നീളം √15 ആയതുകൊണ്ട് PBDC യുടെ ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, വരച്ച് പഠിക്കുക. അടുത്ത ചോദ്യം പേജ് 67, 4th question. Draw a square of area 5 square centimeters in 3 different ways. Recall Pythagoras theorem. 5 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം 3 വ്യത്യസ്ത രീതികളിൽ വരയ്ക്കുക. അല്ലേ, അതെങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. അല്ലേ, PA × PB is equal to PC സ്ക്വയർ. ഇപ്പോൾ PC സ്ക്വയർ 5 ഇടണം. അപ്പോൾ PA യും PB എത്ര എടുക്കണം നോക്കുക. PA × PB 5 വരണമെങ്കിൽ ഒരേ ഒരു സാധ്യതയുള്ളൂ, ഒന്ന് 5ഉം ഒന്ന് 1ഉം എടുക്കുക. 5നെ 5 × 1 എന്ന രീതിയിൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് PA 5 എന്നെടുക്കാം, PB 1 എന്നെടുക്കാം. നേരത്തെ ചെയ്ത അതേ രീതിയിൽ നമുക്ക് തുടരാം. നമ്മൾ AB വരച്ചു. ABയുടെ നീളം എത്രയാണ്? 5 + 1 6 സെന്റിമീറ്റർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ AB ഡയമീറ്റർ ആയിട്ടൊരു സെമി സർക്കിളാണ് വരയ്ക്കേണ്ടത്. AB വ്യാസമാകുന്ന വിധത്തിൽ ഒരു അർദ്ധവൃത്തമാണ് വരയ്ക്കേണ്ടത്. AB വ്യാസമാകുന്ന അർദ്ധവൃത്തം വരയ്ക്കണം. അതിനായി ABയുടെ മിഡ് പോയിന്റ് കാണാം. നമുക്ക് നേരത്തതുപോലെ തന്നെ കോമ്പസ് ഉപയോഗിച്ച് more than half എടുക്കുക. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ബിയിൽ കുത്തുക, ആർക്ക് കട്ട് ചെയ്തു. ഈ സൈഡിൽ സ്ഥലം കുറവായി നോക്കി ഇവിടെ തന്നെ കുറച്ചും കൂടെ നീട്ടി വരച്ചാൽ മതി. ഇവിടെ കുറച്ചാലും മതി. അപ്പോൾ ഇവിടെ വേറൊരു ആർക്ക് കിട്ടും. ആർക്ക് കട്ട് ചെയ്തു. ബിയിൽ കുത്തുക, ഇവിടെ കട്ട് ചെയ്തു. ഈ ആർക്കുകൾ കട്ട് ചെയ്ത പോയിന്റിനെ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇവിടെ കുത്തി നമുക്ക് സെമി സർക്കിൾ പൂർത്തിയാക്കാം. സെമി സർക്കിൾ കിട്ടി. 5ഉം 1ഉം ആണ് എടുത്തത്. അപ്പോൾ 5 സെന്റിമീറ്റർ അകലത്തിൽ, ഇതിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലത്തിൽ പി ആണ് അടയാളപ്പെടുത്തുന്നത്. 5 സെന്റിമീറ്റർ അകലത്തിൽ പി അടയാളപ്പെടുത്തുക. പി എന്ന പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഇതാണ് പി, ഈ പോയിന്റാണ്. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പം നമുക്ക് PC, ഇപ്പോൾ PCയുടെ നീളം നമുക്കറിയാം. പി തൊട്ട് എ വരെ 5 എടുത്തു. PB 1 ആയതുകൊണ്ട് PCയുടെ ലെങ്ത് √5 ആയിരിക്കും. ഈ PC വശമായിട്ട് സമയം വരച്ചാൽ മതി. അതിന് AB വശമായി നീട്ടി വരയ്ക്കുക. AB ഇങ്ങനെ നീട്ടി വരച്ചു. കോമ്പസിൽ P തൊട്ട് C വരെയുള്ള അകലെടുക്കുക. P കുത്തുക, C വരെയുള്ള അകലെടുക്കുക. ഈ ലൈനിലൂടെ കട്ട് ചെയ്യുക. ഈ ദൂരം √5 ആയിരിക്കും. ഈ ദൂരം √5 ആയിരിക്കും. ഇതുപോലെ ഈ പോയിന്റ് കുത്തുക. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ സിയിൽ കുത്തുക. ഇവിടെ ആർക്ക് വരയ്ക്കുക. ഈ ആർക്കുകളെല്ലാം കൂടെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ യോജിപ്പിക്കുക. ഈ അകലെല്ലാം √5 ആണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഈ വശം കിട്ടി. ഇവിടെയും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് 5
സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും, 5 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. കാരണം PA 5ഉം PB 1ഉം എടുത്തത് കൊണ്ട് PC സ്ക്വയർ സമം 5 ആയിരിക്കും. അല്ലെങ്കിൽ PC യുടെ നീളം √5 ആയിരിക്കും. PC വശമായ ഈ സമചതുരത്തിന്റെ പരപ്പളവ് 5 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. രണ്ടാമത്തെ രീതി നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെ രീതി നമ്മൾ പൈതഗോറസ് തിയറമാണ് ഉപയോഗിക്കുന്നത്. പൈതഗോറസ് തിയറം നമുക്കറിയാം, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നാണ് പഠിച്ചിരിക്കുന്നത്. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ഇവിടെ √5 കിട്ടണമെങ്കിൽ AB 2ഉം BC 1 എടുത്താൽ മതി. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB 2 എടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ, BC 1 സ്ക്വയർ, 2 സ്ക്വയർ 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. AC സ്ക്വയർ 5 ആണെങ്കിൽ AC-യുടെ ലെങ്ത് √5 ആയിരിക്കും. അപ്പോൾ 5 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ പരപ്പളവുള്ള ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ ഒരു സൈഡ് √5 ആയാൽ മതി. അപ്പോൾ AC √5 ആയി കഴിഞ്ഞാൽ ഈ √5 വശമായിട്ട് സമചതുരം ഇങ്ങോട്ട് വരച്ചാൽ മതി. അതാണ് നമ്മുടെ രണ്ടാമത്തെ രീതി. അതിനായിട്ട് ആദ്യം ഒരു വര വരയ്ക്കുന്നു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു വര വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. ഈ പോയിന്റ് 90 ഡിഗ്രി. സ്കെയിൽ വെച്ച് നമ്മൾ ഈ വരകളെ ജോയിൻ ചെയ്യുന്നു. ഇത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലറിൽ ഇങ്ങോട്ട് 2 യൂണിറ്റ് ആണ് ഇത് എടുത്തത്. 2 യൂണിറ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഇങ്ങോട്ട് എടുക്കേണ്ടത്. 1 യൂണിറ്റ് എടുക്കേണ്ടത്. 1 യൂണിറ്റ് ആണ് എടുക്കുക. ഇതിൻ്റെ പകുതി ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. ഇങ്ങോട്ട് 2 എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സൈഡിലോട്ട് 1 എടുക്കുന്നു അല്ലേ. നമുക്ക് ഈ ദൂരം ഇപ്പോൾ √5 ആയിരിക്കും. ഈ അകലം √5 ആയിരിക്കും. ഇത് √5 ആണ്. അപ്പോൾ ഈ √5 വശമായിട്ട് നമുക്കിനി സമചതുരം വരച്ചാൽ മതി. വരയ്ക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു സൈഡ് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ ചേർത്ത് വെക്കുക. കറക്റ്റ് 90. അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും? ഇപ്പോൾ 90 കിട്ടും നമുക്ക്. ഇപ്പോൾ ഇവിടെ ഇനി നമ്മുടെ കോമ്പസിൽ ഈ അകലം ഇതാണ് ഇവിടെ √5 എന്ന് പറയുന്നത്. √5 ഇവിടുന്ന് കുത്തിയെടുക്കുക. ഇത്രയാണ് √5. ഈ പോയിന്റ് കുത്തുക. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ വരെ √5. ഇനി ഈ പോയിന്റിൽ കുത്തുന്നു. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. ഈ പോയിന്റിലൊന്ന് കുത്തുന്നു. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. നമുക്ക് എല്ലാ പോയിന്റും ആയി കഴിഞ്ഞ് സ്കെയിൽ വെച്ച് വരയ്ക്കാനേ ഉള്ളൂ. ഈ വശത്ത് വരയ്ക്കുക. നമ്മുടെ സമചതുരമായി. ഇവിടെ 2ഉം ഇവിടെ 1 ആയതുകൊണ്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇത് √5 ആണ്. അപ്പോൾ √5 വശമായിട്ടാണ് ഈ സമചതുരം വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. മൂന്നാമത്തെ മെത്തേഡ് നോക്കുക. ഇവിടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സിനെ, ഏത് ഓഡ് നമ്പേഴ്സിനെയും 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാം. എനി odd number except one can be expressed as the difference of 2 squares. ഇത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 3 നമുക്ക് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതി. 5 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതി. 7 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 9 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ തുടർന്ന് പോകാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇതേ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതൊരു റൈറ്റ് ട്രയാങ്കിളിലാണ്. അതിൻ്റെ ഹൈപ്പോട്ടനസ് 3 എന്ന് എടുക്കുന്നു, ബേസ് 2 എടുക്കുന്നു. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആയിരിക്കും. ഇവിടെ BC സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്. 2 സ്ക്വയർ 4 ആണ്. 9 മൈനസ് 4 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ BC ഈസ് ഈക്വൽ ടു √5. ഈ ലെങ്ത് √5 എന്ന് കിട്ടും. ഇവിടെ √5 കിട്ടി കഴിഞ്ഞാൽ ഇനി BC വശമായിട്ട് ഇവിടെ ഒരു സമചതുരം വരയ്ക്കാം. അതിൻ്റെ പരപ്പളവ് 5 ആയിരിക്കും. ഈ മാർഗമാണ് നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിനാദ്യമായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. വെട്ടി വരയ്ക്കാം.
ഇതിൻ്റെ ബേസ് നമ്മൾ 2 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബേസ് ഇവിടെ 2 ആയിട്ട് എടുക്കുന്നു. ഇവിടെ കോമ്പസിൽ 2 പോയിൻ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചൊരു ആർക്ക് വെച്ച് കട്ട് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ഈ അകലം എ തൊട്ട് ബി വരെയുള്ള അകലം നമ്മളിപ്പോൾ 2 എന്നാണ് എടുത്തിരിക്കുന്നത്. എ ബിയുടെ നീളം എത്രയാണ്? 2 യൂണിറ്റ് എടുത്തു. ഇനി നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ബിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി കാണുന്നുണ്ടാവും അല്ലേ? 90 ഡിഗ്രി ഇവിടെ ഉണ്ട്. ഇതിനെ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. പെർപെൻഡിക്കുലർ വരച്ചു. ഇനി നമ്മൾ കോമ്പസിൽ 3 യൂണിറ്റ് എടുക്കുന്നു. 3 യൂണിറ്റ് എടുത്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യുന്നു. ഈ 2 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ പോയിന്റ് സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ സിയുടെ നീളം നമ്മളെടുത്ത 3 യൂണിറ്റ് എടുത്തു, എ ബി 2 എടുത്തു. അപ്പോൾ ബി സി ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കറിയാം ബി സി സ്ക്വയർ എന്ന് പറഞ്ഞത് ബി സിയുടെ നീളം എന്ന് പറയുന്നത് ബി സി സ്ക്വയർ അല്ലേ? എത്രയാണ്? എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ആണ്. എ സി സ്ക്വയർ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 9 മൈനസ് 4 ഈസ് ഈക്വൽ ടു 5 ആണ്. ബി സി സ്ക്വയർ 5 എന്ന് പറഞ്ഞാൽ ബി സി ഈസ് ഈക്വൽ ടു എന്താണ്? √5 കിട്ടിക്കഴിഞ്ഞു. ഇനി എളുപ്പമാണ്. √5 വശമുള്ള സമീകരണം പൂർത്തിയാക്കിയാൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ്? ഇവിടം തൊട്ട് ബിയിൽ കുത്തുക. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് √5 എന്ന് പറയുന്നത്. ബി തൊട്ട് സി വരെയുള്ള പോയിന്റാണ് √5. ഇവിടെ വെച്ചു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ വെച്ച് മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. സിയിൽ കുത്തുന്നു. ഇതേ അളവ് തന്നെ ഇവിടെ നിന്ന് വെച്ച് ആർക്ക് വരയ്ക്കുന്നു. ഇതെല്ലാം ഇവിടെ ജോയിൻ ചെയ്യുന്നു. നമ്മൾ 3 വ്യത്യസ്ത രീതിയിൽ ഇവിടെ 5 സ്ക്വയർ സെന്റിമീറ്റർ പരപ്പളവുള്ള അല്ലെങ്കിൽ ഏരിയയുള്ള സമചതുരം വരച്ചു കഴിഞ്ഞു. പക്ഷേ ഈ 3 മാർഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രീതിയിൽ എന്താണ്? 5നെ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ രീതി നമുക്ക് പറ്റുകയുള്ളൂ. 2 സംഖ്യകളുടെ ഇവിടെയാണെങ്കിലോ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ രീതി ഇവിടെ പറ്റുകയുള്ളൂ. പക്ഷെ ഇവിടെ ഏത് നമ്പറിനെയും ഈ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവായിട്ട് ഏറ്റവും പ്രായോഗികമായ രീതിയാണ് PA × PB = PC² ഉപയോഗിക്കാം.